എന്റെ സ്വത്തിന് ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല. കാരണം ശരിക്കും ലൈസൻസ് കട്ടായ, അതുകൊണ്ടാണ് ഇപ്പൊ ഇവള് ഇപ്പത്തിരുന്ന് വണ്ടി ഓടിക്കുന്നത്. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. നീയാണ് സത്തു എന്റെ ഡ്രൈവർ. 18 വർഷമായിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു കെയറിങ് എന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇതേപോലത്തെ ഒരു ഗേൾഫ്രണ്ടിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യട്ടെ. കാരണം ഞാൻ എവിടെ വിളിച്ചാലും എന്റെ ഗേൾഫ്രണ്ട് എന്നെ കാറിൽ കണ്ടു. ഒരു നമ്പറില്ലാത്ത കാറിൽ കുറെ നമ്പറുകളുമായി 2 നമ്പർ 1 തെണ്ടികൾ ഇറങ്ങിയിട്ട് കാരണം എനിക്ക് കാർ ഓടിക്കാൻ പറ്റുന്നില്ല. ലവ് യു സത്തു. പൊട്ടനാണല്ലേ മനസ്സിലായി. എനിക്ക് കൊണ്ടുപോണേ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടുപോണേ. എന്ത് നേടാ കുറെ നേരമായല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ വന്ന് ഇപ്പഴത്തെ ബസ്സൊക്കെ ഇപ്പുണ്ട്, അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പുറത്തെ വണ്ടിക്കുന്ന ആൾക്കാരെ നോക്കി ചിരിക്കുന്നുണ്ട്. അല്ല കൃഷ്ണമണി, ഇതിങ്ങനെ പോയാൽ കുതിരവട്ടത്ത് കൊണ്ടുപോകും അതോ ഊളം പറ കൊണ്ടുപോകും? ഇപ്പോഴാണെങ്കിലും ഒരു ഷോക്കിലൊതുങ്ങും. ഈ ചക്കരല്ലേ ന്യൂസിനകത്ത് കണ്ടത്, അതൊക്കെ പറഞ്ഞുള്ള രീതിക്ക് ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ജോലി നമ്മൾ ചെയ്യണം കേസ്. കാരണം എനിക്ക് അത് ചെയ്താൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. ഞാൻ കൊണ്ടുപോകും എന്റെ സ്വത്തിനെ. നമുക്ക് എങ്ങ് മണാലി പോയല്ലോ. അത്രയും വേണം സ്വത്ത്, നമുക്ക് ഈ കേസ് കേട്ട് പോയപ്പോ. നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നിരിക്കും അല്ലേ? എന്താണ് കൂട്ട? അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയം. ഇവളിപ്പുറത്ത് വണ്ടി ഓടിക്കണം, അപ്പുറത്ത് കുറെ ആൾക്കാർ വണ്ടി ഓടിക്കണം, ഇപ്പുറത്തെ ഒരു ബസ്സുകാർ വണ്ടി ഓടിക്കണം, ഫ്രണ്ടില് കുറെ ആൾക്കാർ വണ്ടി ഓടിക്കണം. ഞാൻ ഇവിടെ ഇപ്പുറത്തിരുന്നിട്ട് എനിക്ക് എനിക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഞാൻ സത്യം പറഞ്ഞ ഒട്ടും ഈ ഒരു നിയമം ഇങ്ങനെ ലംഘിക്കണമെന്ന് മനഃപൂർവ്വം ഉള്ളൊരു ഉദ്ദേശത്തിലൊന്നും അല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്ത് കാണിച്ചത്. ഞാൻ കാണിച്ചു തന്നപ്പോ ഈ ആൾക്കാർ മൊത്തം വേറെ രീതിയിലൊക്കെ എടുത്ത്. ഞാൻ അഹങ്കാരം. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. പേടിയില്ലായ്മ വിവരക്കേടാ. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ അഹങ്കാരിയാണ് അവൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചാണെന്ന്. പക്ഷെ കാര്യം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും അഹങ്കാരിയല്ല. ഞാൻ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഷ്ടം.